എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, കണ്ണപ്പ, സർക്കിട്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടും മാരിവിലും ഗോപുരത്തിന്റെ OTT ഇതുവരെ വിറ്റുപോയിട്ടില്ല. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് മാരിവിലും ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. മാരിവിലും ഗോപുരങ്ങൾ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല ഹൈപ്പിൽ സിനിമ വന്നുവെങ്കിലും പെട്ടെന്ന് സിനിമ വാഷൗട്ടായി. സുരേഷ് ഗോപിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ JSK എന്ന സിനിമ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിലായിരിക്കും JSK സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ശാന്തമി രാത്രിയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എസ്തേറാണ് സിനിമയിലെ നായിക. ഇതൊരു ഫ്ലോപ്പായ സിനിമയാണ്. ഈ ഒരു മലയാള സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസമാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വാസന്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു മലയാള സിനിമയാണ്. സ്വാസികയാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് വാസന്തി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ബസൂക്കയുടെ OTTക്ക് വേണ്ടിയാണ്. സിനിമ ഇതുവരെയും റിലീസായിട്ടില്ല. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. മമ്മൂട്ടി തിരിച്ചു വരാത്തത് കൊണ്ടാണ് ബസൂക്ക റിലീസാക്കാത്തത്. സാധാരണ ഒരു സിനിമ റിലീസാവുമ്പോൾ അതിലെ നായകന്മാർ കമ്മിങ് സൂൺ എന്നൊരു വീഡിയോ പുറത്തുവിടാറുണ്ട്. മമ്മൂട്ടിയെ കൊണ്ട് ആ വീഡിയോ ചെയ്യിക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ബസൂക്ക C5ൽ റിലീസാകും. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ബസൂക്ക C5ൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കണ്ണപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ര ഫ്ലോപ്പായ സിനിമയാണ് കണ്ണപ്പ. മലയാളത്തിൽ നിന്ന് മോഹൻലാലും അതുപോലെ അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ ഒരുവിധം എല്ലാ താരങ്ങളും കണ്ണപ്പ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കണ്ണപ്പ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴിതാ കണ്ണപ്പ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി കണ്ണപ്പ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായം തന്നെയാണ് സർക്കിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. സർക്കിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒരു ചെറിയ കഥയാണ് സർക്കിട്ട് സിനിമയിൽ പറഞ്ഞു പോയത്. ആസിഫ് അലി ആയിരുന്നു സർക്കിട്ട് സിനിമയിലെ നായകൻ. സർക്കിട്ടിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം സർക്കിട്ടിന്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സർക്കിട്ട് സർപ്രൈസ് ആയിട്ട് ഇറങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത വീക്കായിരിക്കും സർക്കിട്ട് OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദർഷ സംവിധാനം ചെയ്ത സിനിമയാണിത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ റൊമാൻറ്റിക്കൽ മൂവിയാണിത്. ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബി ആരും തന്നെ കാത്തിരിക്കുന്നില്ല. കാരണം ഒരുപാട് നാളായി ഗെറ്റ് സെറ്റ് ബേബി വരുമെന്ന് മനോരമ മാക്സ് പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ റിലീസാക്കിയിട്ടില്ല. OTT അവകാശം നേരത്തെ തന്നെ വാങ്ങിച്ചതാണ്. നിഖില വിമലും ഉണ്ണിമുകുന്ദനുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് നല്ലൊരു അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് മാസമാണ് OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് കഥ പറഞ്ഞ കഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസമാണ് OTT റിലീസ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.